BMS നേതാവ് മുരളീധരൻ PK നമുക്കൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം ഇന്നലെയും നമുക്കൊപ്പം ചേരുകയും വലിയൊരു ദുരവസ്ഥയിൽ കുറേ കാര്യങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുകയും ചെയ്തതാണ്. അദ്ദേഹത്തിലേക്ക് ശ്രീ മുരളീധരൻ, അങ്ങിപ്പോൾ എവിടെയാണുള്ളത്? അവിടെ എന്താണിപ്പോൾ, എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്? ഞാനിപ്പോൾ നമുക്ക് കഴിഞ്ഞ ദിവസം ലഭിച്ച മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന ചടങ്ങ് കൂടെയാണ്. അപ്പോൾ അവിടെ നിരവധിയായിട്ടുള്ള ആളുകളെ സംസ്കരിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ അയൽവാസിയായിട്ടുള്ള തൊട്ടടുത്ത വീട്ടിൽ നിന്നുള്ള മരണവും കൂടിയാണ്. അവരുടെ സംസ്കാര ചടങ്ങിലാണ് ഞാനിപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. തിരിച്ച് വീണ്ടും ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്, സ്പോട്ടിലേക്ക് പോകും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തിരച്ചിലുകൾ വളരെ വളരെ നമുക്ക് ആശാവഹമായിട്ടുള്ളതും ജീവൻ രക്ഷിക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും അവിടെ നടക്കുന്നു. പക്ഷെ നമുക്ക് എന്നാലും വളരെ വളരെ വേദനാജനകമായിട്ടുള്ള കാര്യം, ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള മൃതശരീരങ്ങൾ അതിനപ്പുറത്തേക്ക് നമുക്ക് ഇതിന്റെ വ്യാപ്തി വർദ്ധിക്കും എന്നുള്ളതാണ് ഭയാനകമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം ഈ രക്ഷാപ്രവർത്തനം ഇന്നലെ നമുക്ക് വേണ്ടുന്ന രീതിയിൽ ആ സമയത്തേക്ക് സാഹചര്യങ്ങൾ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് കഴിയാവുന്ന അത്രയും സ്പീഡിൽ തന്നെയാണ് കാര്യങ്ങൾ നടന്നത്. ഇപ്പോൾ നമ്മുടെ എയർ ലിഫ്റ്റിംഗ് പുരോഗമിക്കുകയാണ്. അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങളും നന്നായി നടക്കുന്നു. അപ്പോൾ അതിലൊന്നും നമുക്ക് എല്ലാം തൃപ്തികരമാണ്. പക്ഷേ ഇവിടെ വേദനാജനകമായ കാര്യം, ഇന്നത്തെ ദിവസങ്ങളിൽ നമുക്ക് വളരെ നിർണായകം തന്നെയാണ്. രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുന്നു. എല്ലാവരുടെയും സഹകരണം അവിടെയുണ്ട്. ഈ വേദനയിൽ നാട് മുഴുവൻ പങ്കാളികളാണ്. എന്തായാലും ഇനിയും നമുക്ക് ജീവൻ രക്ഷിക്കാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്നാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ശ്രീ മുരളീധരൻ PK, അതായത് ഇപ്പോൾ 154 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചില ശരീര ഭാഗങ്ങൾ ഒഴുകി വന്നതും അല്ലാതെയും കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോഴും പല വീടുകളും മണ്ണിനടിയിലാണ് എന്ന കാര്യം കൂടി പറയണം. അപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഇനിയുമേറാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ മണ്ണിനടിയിൽ ജീവനോടെ ചിലരുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാതെ വയ്യല്ലോ. അങ്ങനെ ഒരു ആശങ്ക ഇപ്പോഴുമില്ല. അതായത് വീടുകൾ പലതും ഇപ്പോഴും മണ്ണിനടിയിലാണ്, തകർന്ന നിലയിലാണെങ്കിലും മണ്ണിനടിയിലാണ്. വലിയ പാറക്കഷ്ണങ്ങൾ വന്ന് ഇടിച്ചു തകർത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ആശങ്ക ഇപ്പോഴും നമുക്കുണ്ട് അല്ലേ? ആശങ്ക നമുക്ക് ഇല്ലാതിരിക്കാൻ ഒരു കാരണവശാലും സാധ്യത. കാരണം നമുക്കൊക്കെ പ്രതീക്ഷ മാത്രമേ ഇനിയുള്ളൂ. ആശങ്ക വളരെ വളരെ വലുതാണ്. നമ്മുടെ ഈ നാട് മുഴുവൻ നടുങ്ങുന്നു. ഈ കിട്ടിയിട്ടുള്ള ശരീരങ്ങൾക്കപ്പുറത്തേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനൊക്കെ നമുക്ക് ഇതിനേക്കാളും ഒരു ഭയാനകമായ സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇന്നും നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല പലരുടെയും വീടുകളിലെ ആരൊക്കെ എങ്ങനെയൊക്കെ ബന്ധുക്കൾ എങ്ങനെയൊക്കെ എന്നുള്ളത് പോലും സ്ഥിരീകരിക്കാൻ, അതായത് കൃത്യമായ ഒരു കണക്ക് ഇപ്പോഴും ആയിട്ടില്ല. ഇല്ല, അതിന് സാഹചര്യം ഇപ്പോഴും ആയിട്ടില്ല. ഇനിയും നമുക്ക് കാണേണ്ട ആളുകൾ 10-15 പേര്. പക്ഷേ ബന്ധുക്കൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടാകാം, തൊഴിൽ ചെയ്യാൻ വന്നവരുണ്ടാകാം, പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യത്തിന് വന്നു പോകുന്നവരുണ്ടാകാം. അങ്ങനെ കൃത്യമായൊരു കണക്കില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തേക്കൊക്കെ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഉണ്ടാകും എന്നാലോചിക്കുമ്പോൾ, അതായത് അങ്ങ് തന്നെ പറഞ്ഞതാണ് ഇന്നലെ ജനലിൽ പിടിച്ചു നിന്ന കാരണത്താൽ ഒരാൾ രക്ഷപ്പെട്ടു, അങ്ങാണത് പറഞ്ഞതെന്നാണ് ഞാൻ ഓർമ്മിക്കുന്നത്. അങ്ങനെ ഈ മണ്ണിനടിയിലുള്ളവർ, അതായത് ഇന്ന് ഒരു വാർഡ് അംഗം പറയുന്നുണ്ടായിരുന്നു 20 പേരെ ഇനിയും ഈ വാർഡിലുള്ളവരെ കണ്ടെത്താനുണ്ട് എന്ന്. അതൊരു കണക്കാണ്. പക്ഷെ അങ്ങനെ ഒരു കണക്ക് പോലും ആയിട്ടില്ലെങ്കിൽ ഏറ്റവും നിർണായകമായൊരു ദിവസമായി ഇന്ന് മാറും അല്ലേ? തീർച്ചയായും നമുക്ക് ഇപ്പോഴും നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു കണക്കെടുക്കാനുള്ള സിറ്റുവേഷൻ ആയിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. കാരണം പലരുടെയും ബന്ധുക്കൾ, അവരുടെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ, അവരെ വിളിച്ച് കിട്ടാത്ത സാഹചര്യങ്ങൾ, ഇവരെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ഇത്രയാണ് ഒരു സംഖ്യ എന്ന് സ്ഥിരീകരിക്കാൻ നമുക്ക് ഇനിയും സാധിച്ചിട്ടില്ല. വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അതിനകത്ത് തീരുമാനമുണ്ടാകാനോ അല്ലെങ്കിൽ കൃത്യമാക്കാനോ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന കാര്യം അനുസരിച്ചുകൊണ്ട് തിരച്ചിൽ പ്രവർത്തനം ഊർജിതമാക്കുക, കിട്ടാവുന്ന ജീവനെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുക, അവശിഷ്ടങ്ങൾ നമുക്ക് കണ്ടെത്താനുള്ള ശരീരം കണ്ടെത്താനുള്ള ശ്രമം നടത്തുക, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങ് പറഞ്ഞതുപോലെ വളരെ വളരെ വലിയ ബിൽഡിങ്ങുകളിലേക്കാളും വലിപ്പമുള്ള പാറകളാണ്. ഇപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്ത് 154 നിന്ന് ഔദ്യോഗിക മരണസംഖ്യ കണക്ക് 161 ഉയർന്നിരിക്കുന്നു. തീർച്ചയായും അത് ഈ വരുന്ന സമയങ്ങളിലും നമ്മളെ ഭയാനകമാക്കുന്ന തരത്തിലേക്കുള്ള നമ്പറിലേക്ക് മാറാൻ സാധ്യത നമ്മൾ കാണുകയാണ്. കാരണം അത്രയ്ക്കുള്ള ഒരു ജനതയുടെ ഒരു പ്രദേശം മുഴുവൻ തുടച്ചു നീക്കപ്പെട്ടിരിക്കുകയാണ്. വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലം. മുരളീധരൻ PK, ഞാൻ ഇന്നലെ ഒരു റിപ്പോർട്ട് വായിച്ചതാണ്. ഈ 12 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ 6000 പേരെങ്കിലും ഉണ്ടാകും.
1000 കുടുംബങ്ങളെങ്കിലും താമസിക്കുന്നുണ്ടാകുമെന്നാണ്. ഇതൊക്കെ ശരിയാണോ? കാരണം പല തരത്തിൽ പ്രചാരണങ്ങൾ നടക്കും ഇത്തരം ദുരന്ത സാഹചര്യങ്ങളിൽ. അത് ഒന്ന് ജനങ്ങൾ ഇടുങ്ങി താമസിക്കുന്ന ഭാഗം തന്നെയാണ്. പക്ഷെ നമുക്ക് ഒരു കൃത്യമായിട്ട് ഇത്ര വാർഡിൽ ഏതൊക്കെ ആ ഭാഗത്ത് മാത്രമായിട്ട് ഇത്ര കുടുംബങ്ങൾ താമസിക്കുന്നു എന്ന് പറയാൻ സാധ്യമല്ല. പക്ഷെ ഒരു റെസിഡൻഷ്യൽ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഒരു ഭാഗത്തുള്ള ഒരു 105 കുടുംബങ്ങൾ താമസിക്കുന്നതായിട്ട് ഞാൻ ഇന്നലെ അവരുടെ റെസിഡൻഷ്യൽ അസോസിയേഷനുമായി ബന്ധപ്പെട്ട ഭാരവാഹിയോട് സംസാരിച്ചപ്പോൾ പറയുകയുണ്ടായി. ആ നിൽക്കുന്ന സ്ഥലങ്ങൾ പൂർണ്ണമായും ഇന്നില്ല. അപ്പൊ അങ്ങനെയുള്ള വലിയ വേദനാജനകവും ഭീകരവുമായിട്ടുള്ള സ്ഥിതിയാണ് അവിടെ ഉള്ളത്. അപ്പൊ കൃത്യമായി നമുക്ക് 6000, 7000, 12 കിലോമീറ്റർ ചുറ്റളവ് എന്ന് പറയുമ്പോൾ ഇവരൊന്നും ബാധിതരല്ല. ബാധിതരാക്കപ്പെട്ടിട്ടുള്ളത് മുണ്ടക്കൈ മുതൽ ചൂരൽമല വരെയുള്ള ഒരു ഭാഗത്തിന്റെ അവിടെ താമസിക്കുന്ന ആളുകളും. അതായത് ഒരു 105 കുടുംബങ്ങൾ മുണ്ടക്കൈയിൽ മാത്രമുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ഭാഗങ്ങളില്ല, ചൂരൽമല ആ ഏരിയകളിലാണ് ഇത് വന്ന് പതിച്ചിട്ടുള്ളത്. അത്രയും ഭാഗങ്ങളാണ് ഇന്നലെ സംസാരിച്ച സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം. ശരി മുരളീധരൻ പി കെ, അങ്ങ് സ്ഥലത്തെത്തുമ്പോൾ, അതായത് തിരികെ ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സ്ഥലത്താണുള്ളതെന്ന് അങ്ങ് തന്നെ പറഞ്ഞു. ഇനി വീണ്ടും ഈ ദുരന്ത സ്ഥലത്തേക്ക് അങ്ങ് പോകുന്നുണ്ട്. പോകുമ്പോൾ ഞങ്ങളെ തിരിച്ചൊന്ന് വിളിക്കാൻ ശ്രമിക്കണം, അവിടുത്തെ അവസ്ഥയൊക്കെ ഒന്ന് പറയാൻ ശ്രമിക്കണം. കാരണം ഭൂമിശാസ്ത്രപരമായ അവിടുത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായി അറിയുന്ന ഒരാളാണല്ലോ താങ്കൾ. ഒറ്റ ചോദ്യം കൂടി ചോദിച്ചോട്ടെ. അതായത് ഞാൻ നേരത്തെ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു, ഈ 90 കിലോമീറ്ററേറെ അകലെയാണ് പോത്തുകല്ല് എന്ന പ്രദേശം. പക്ഷേ ഈ ജലം പോകുന്ന വഴിയിൽ, കുത്തിയൊഴുകി പോകുന്ന വഴിയിൽ അത്ര കിലോമീറ്റർ ദൂരം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? കാരണം ഇതിൻ്റെ ആഘാതം അത്ര കണ്ടാണെന്ന് തെളിയിക്കാനാണ്. കാരണം ചൂരൽമലയും മുണ്ടക്കൈയും ഒക്കെ എടുത്ത് സൂചിപ്പാറ വഴി പോത്തുകല്ലിൽ 60 മൃതദേഹങ്ങൾ കിട്ടിയെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആഴം, ഇതിൻ്റെ ആഘാതം, ഇതിൻ്റെ വലിപ്പം, വ്യാപ്തിയൊക്കെ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് ചോദിച്ചത്. തീർച്ചയായും അതിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട് ഒലിച്ചു പോകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. കിലോമീറ്ററുകളിൽ നമുക്ക് കൃത്യത പറയാൻ സാധിക്കുന്നില്ലെങ്കിലും കഴിഞ്ഞ പുത്തുമല ദുരന്തം ഉണ്ടായപ്പോഴും ഇവിടെ നിന്ന് പോയിട്ടുള്ള മൃതശരീരങ്ങൾ നമുക്ക് ലഭിച്ചത് ഈ ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ നിന്നും ഈ പോത്തുകല്ല് ഭാഗങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് അവരുടെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്താനൊക്കെ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ നിന്നുണ്ടാകുന്ന ഈ പറയുന്ന ആഘാതം അത് വളരെ ശക്തമായി തന്നെ ഒഴുക്കി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അത്രയും ദൂരത്തേക്ക് എത്തുന്നതിനകത്ത് നമുക്ക് അതിശയോക്തിയില്ല. കാരണം ഇതിന്റെ ഒഴുക്കും ശക്തിയും അത്രയും വലുതാണ്. ഒരു ശബ്ദം കേട്ട് കണ്ണു തുറക്കുമ്പോഴേക്കും അവരെ ഈ പ്രളയം കൊണ്ടുപോയിരുന്നു. അപ്പൊ അത്രയ്ക്കും സ്പീഡാണ്, അത്രയ്ക്കും ശക്തിയാണ്. അതുകൊണ്ട് അത്രയും ദൂരം എത്തി എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല. സാധ്യത അവിടെ നിന്ന് തന്നെ ഇനിയും തുടങ്ങണം എന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. ശരി മുരളീധരൻ പി കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിരിച്ചവിടെ എത്തുമ്പോൾ ഒന്ന് വിളിക്കാൻ ശ്രമിക്കണം. അപ്പോഴും പറയട്ടെ, രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിൽക്കുകയാണെങ്കിൽ വിളിക്കേണ്ട, അങ്ങ് രക്ഷാപ്രവർത്തനം തന്നെ നടത്തിക്കോളൂ. ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കും നിങ്ങൾക്കൊപ്പമുള്ളവർക്കും എല്ലാ രക്ഷാപ്രവർത്തകർക്കും ഒപ്പം ഉണ്ടായിരിക്കും.